ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു എൻഗേജ്മെൻറ്റിന് പോയ വിശേഷങ്ങളും പിന്നെ നല്ല അടിപൊളി ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് നിൽക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ. അപ്പണ്ട് മോളെ നീനുവിൻ്റെ കൂട്ടുകാരികൾ വന്നതാണ് കേട്ടോ വീട്ടിൽ. അപ്പം ഞാൻ അവർക്ക് പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജ്യൂസ് അടിച്ച്, ഭയങ്കര വെയിലും ചൂടുമാണല്ലോ, അപ്പോൾ അതൊക്കെ അടിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരിതാ നല്ല വർത്തമാനത്തിലൊക്കെ ആണ് കേട്ടോ. 4 പേര് വന്നിരുന്നു. കുറച്ച് ദിവസമായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ലീവുകളാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണാൻ പൂതിയാവണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അവർ മുറ്റത്തും അകത്തു കൂടെ ഒക്കെ റീൽസൊക്കെ എടുത്ത് നടക്കിയിരുന്നു. അപ്പോഴേക്കും ഞാൻ നെയ്പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു, അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കഴിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് അവർ യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻറ്റിന് പോകാനുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. മുസ്തഫയും ജസ്താത്തി അവരെ മോളെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെടുങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ആദ്യം അവർ നമ്മളെ വീടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു കമ്പനി ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ ഇവിടുന്ന് താമസം മാറി പോകുമ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുക, അവർ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക, അങ്ങനെ വേണമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അടുത്താകുമ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചെക്കൻ്റെ ടീമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പലഹാരങ്ങളും ജ്യൂസും കാര്യങ്ങളൊക്കെ. വൈകുന്നേരമാണല്ലോ പരിപാടി, അതുകൊണ്ട് തന്നെ അവർ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് കോഴിക്കോട് നിന്നാണ് കേട്ടോ ചെക്കൻ വരുന്നത്. അപ്പോൾ അതിന് നല്ല ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് രാത്രി ആയിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ. അതിന് മുമ്പായിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അവരെ ബന്ധുക്കളും നമ്മളെ അയൽവാസികളും എല്ലാവരും, അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ജ്യൂസൊക്കെ അടിച്ചത് കുടിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും നമ്മളെ കൂട്ടുകാരികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവരെല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെക്കൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണിനെ താഴേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അവർ എത്തിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ ഇതാണല്ലോ, അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അവളെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അവർ വെള്ളം കുടിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, ആ ഒരു തിരക്കിലൊക്കെ ആണ് കേട്ടോ. അവിടുന്ന് ആകെ 10-25 ആളെ വന്നിട്ടുള്ളൂ. പിന്നെ അവരെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും കഴിക്കുകയാണ് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. എല്ലാ തരം ഫുഡുകളും ഉണ്ടായിരുന്നു കേട്ടോ. ടയർ പത്തിരി ഉണ്ട്, കപ്പയും മീനും ഉണ്ട്, കാട ഫ്രൈ ഉണ്ട്, പിന്നെ ബീഫ് വരട്ടിയതുണ്ട്, മട്ടൻ ബിരിയാണിയും ചിക്കൻ മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, സാലഡുകളുണ്ട്, പുഡിങ്ങുകളുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അടിപൊളി പാർട്ടി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ്. പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ക്യാരറ്റ് ജ്യൂസാണ്. ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. നമുക്ക് ക്യാരറ്റാണെന്നൊന്നും മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കുക്കറിലിട്ട് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റ്. അത് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 3 വിസിലടിച്ചോട്ടെ കേട്ടോ. അത്രയും വേവുണ്ടാവുമല്ലോ, ഉള്ളു വെന്തിട്ടില്ലെങ്കിലോ. അപ്പോൾ ഒരു 3 ആയിക്കോട്ടെ. ഞാനൊരു 3 വിസിലടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് കത്തിച്ച് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഒരു 3 ടീസ്പൂൺ എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് നല്ലോണം കട്ട ഉടച്ചിട്ട് വേണമല്ലോ നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാൻ. കസ്റ്റാർഡ് പൗഡർ കുറുകി വരാനുള്ള 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ടയൊക്കെ ഉടച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാ പച്ചവെള്ളം അല്ലാതെ ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ ഒന്നുകൂടി കട്ട പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സാധാ പച്ചവെള്ളത്തിൽ ഇങ്ങനെ കലക്കിയതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ, ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ക്യാരറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. വലിയ തീയൊന്നും ആക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കസ്റ്റാർഡ് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റാർഡൊക്കെ കറക്റ്റ്
റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടൊന്ന് റൂം ടെമ്പറേച്ചറിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ക്യാരറ്റും കസ്റ്റാർഡും റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പാലും പിന്നെ നമ്മൾ കുറുക്കി വെച്ച കസ്റ്റാർഡും ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി ടേസ്റ്റി ജ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് റമദാനൊക്കെ വരുമ്പോൾ പലതരം ജ്യൂസുകൾ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ കുടിക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ജ്യൂസാണിത്. അപ്പോൾ ഇതിന് നമുക്ക് മധുരം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഹണി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. എന്താണോ നമ്മളെ ഇഷ്ടം അതുപോലെ ചേർക്കാം കേട്ടോ. മധുരം ആവശ്യമില്ലെങ്കിൽ അങ്ങനെയും കുടിക്കാം. കസ്റ്റാർഡിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒരു ടേസ്റ്റാണ് കേട്ടോ മധുരം ഇല്ലാതെ കുടിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രേ പണിയുള്ളൂ കേട്ടോ. നന്നായി ഒന്ന് അടിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. തണുപ്പൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിന് കട്ടിപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് തണുത്ത സാധാ പാലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.